നിങ്ങൾക്ക് അങ്ങനെ പറയാം. നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ല, നിങ്ങൾക്ക് അത്യാവശ്യം ഉടുക്കാനുണ്ട്, ഭക്ഷിക്കാനുണ്ട്, കടങ്ങളില്ല, വീടുണ്ട്. അതുപോലെ അല്ലല്ലോ എൻ്റെ അവസ്ഥ. പിന്നെ നിങ്ങൾക്ക് പറയണേന് നിങ്ങൾക്കങ്ങനെ പറയാം, ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങൾക്ക് അത്യാവശ്യം പൈസ ഉണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം ഉടുക്കാനുണ്ട്, ഭക്ഷിക്കാനുണ്ട്, വീടുണ്ട്, കുട്ടികളുണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാം ഹാപ്പിയാണ്. ഒരാൾ സംസാരത്തിനിടയിൽ പറഞ്ഞതാണ്. ഈ സാധനങ്ങളൊക്കെ ഇല്ലാത്ത ആളായിരിക്കും ആ പറഞ്ഞത് എന്ന് നിങ്ങൾ ഭാവിക്കുന്നുണ്ടെങ്കിൽ തീർത്തും തെറ്റാണ്. എല്ലാമുണ്ട്. അദ്ദേഹത്തിന് ക്യാഷ് കിട്ടുന്നുണ്ട്, കുടുംബമുണ്ട്, വീടുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് എൻ്റെ അത്ര വലിയ വീടില്ല, എൻ്റെ അത്ര ഹാപ്പിയായ ഫാമിലി ഇല്ല, എൻ്റെ അത്ര നല്ല വസ്ത്രങ്ങൾ ഉടുക്കാനില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ദുനിയാവിൻ്റെ കാര്യത്തിൽ നമ്മൾ നമ്മുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക, നമ്മുടെ മുകളിലുള്ളവരിലേക്ക് ശ്രദ്ധിക്കാതിരിക്കുക. അൽഹംദുലില്ലാഹ്, എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ജീവിക്കാൻ പോലും പറ്റാത്ത എത്ര ആളുകളുണ്ട്. എനിക്ക് ഭക്ഷിക്കാൻ കഴിയുന്നുണ്ടല്ലോ, ഭക്ഷണം കിട്ടാത്ത എത്ര ആളുകളുണ്ട്. എനിക്ക് സ്വന്തമായല്ലെങ്കിലും വാടകയ്ക്കെങ്കിലും വീടുണ്ടല്ലോ, പീഡികത്തിണ്ണയിൽ കഴിയുന്ന എത്ര ആളുകളുണ്ട്. അങ്ങനെ നമ്മുടെ താഴേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും. നമ്മേക്കാൾ അധികാരം ലഭിച്ച ആളുകളിലേക്ക്, നമ്മേക്കാൾ പണമുള്ളവരിലേക്ക്, നമ്മേക്കാൾ സൗകര്യമുള്ളവരിലേക്ക് നോക്കി ചിന്തിക്കുമ്പോൾ തീർച്ചയായും നമ്മളെപ്പോഴും ലോ ലെവലിൽ തന്നെ ആയിരിക്കും. എത്ര ഉയർന്നാലും നമ്മേക്കാൾ ഉയർച്ചയുള്ളവർ വേറെയും ഉണ്ടാകും, നമുക്ക് ടെൻഷനേ ഉണ്ടാവും. എന്നാലും കുറച്ചൊക്കെ എന്ന് നമ്മൾ ചിന്തിച്ചാൽ ആ കുറച്ചൊക്കെ നമ്മൾ എത്തിപ്പെടില്ല. 100 രൂപ സമ്പാദിക്കുന്ന ആൾ 500ലേക്ക് ആഗ്രഹിച്ചു, 500 സമ്പാദിക്കാൻ തുടങ്ങി. തീർച്ചയായും 700ഉം 800ഉം 1000ഉം ആഗ്രഹിക്കും, അല്ലാതെ 700 കൊണ്ട് തൃപ്തിപ്പെടില്ല. ആഗ്രഹം നല്ലതൊക്കെ തന്നെയാണ്, അതിനു വേണ്ടി പണിയെടുക്കലും നല്ലതാണ്. അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ, അത് കിട്ടിയില്ലെങ്കിൽ സന്തോഷമില്ലെന്ന ധാരണ നമ്മുടെ മനസ്സിന് വന്നാൽ തീർച്ചയായും അത് ഒരു വലിയ ദുരന്തമായിരിക്കും. ഒരിക്കലും നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല.